അപ്പോൾ എനിക്ക് ഈ ടെലിവിഷൻ്റെ എല്ലാ മേഖലയിലും പണിയെടുത്ത് ആ പരിചയമുണ്ട്. ക്യാമറാമാനാണ് ഞാൻ, സഞ്ചാരം ചെയ്യുമ്പോൾ ക്യാമറാമാനും എഡിറ്ററും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാ പണി അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ട് എൻ്റെ ചാനലിലെ പരിപാടികൾ എന്തായിരിക്കണമെന്ന്. അത് പക്ഷേ എൻ്റെ സ്റ്റാഫിനെയൊക്കെ, എൻ്റെ ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആശയങ്ങൾ പറഞ്ഞു, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ചാനൽ ലോകത്തുള്ളതാണെങ്കിൽ നമ്മളത് എടുക്കില്ല. ഇപ്പോൾ ചരിത്രമെന്നിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പരിപാടി, അതൊക്കെ അന്നാരും ആദ്യം ഈ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചരിത്രമെന്നിലൂടെ പരിപാടി ഒരാളിരുന്നിട്ട് ഇങ്ങനെ കഥ പറയുകയാണ്. അപ്പോൾ എന്നെ പല ജേർണലിസ്റ്റുകൾ, എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ വിളിച്ചിട്ട്, അന്ന് മാമുക്കോയാണ് ആദ്യം ഈ ചരിത്രമെന്നിലൂടെയിൽ വരുന്നത്. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ഒരു കഥയുടെ ബാക്കി പറയുന്നത്, അരമണിക്കൂർ വീതം പറയുന്നതാണ് ഈ ചരിത്രമെന്നിലൂടെ. ജീവിതകഥ മുഴുവൻ പറയുക 10-20 എപ്പിസോഡിൽ. അത് നിങ്ങളുടെ പരിപാടി ഈ മാമുക്കോയ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ടും അങ്ങേർക്ക് വ്യത്യാസം മനസ്സിലായില്ല. അപ്പോൾ ഒത്തിരി പേരെന്നെ പരിഹസിച്ചിട്ടുണ്ട്, ഈ ചോദ്യം ചോദിക്കാൻ ഒരാളോടില്ലാതെ എന്താ അഭിമുഖ പരിപാടി, അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുതൽ ഇതൊക്കെ ആരെങ്കിലും കാണുമോ? ആ സാധനം ഇപ്പം 30-40 എപ്പിസോഡിൽ ഒരാളുടെ ജീവിതകഥ പറയുന്ന പരിപാടികളായി മാറി. അതുപോലെ ഓരോ പരിപാടി, സഞ്ചാരം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നൊരു പരിപാടിയാണ്. നമ്മൾ അതിനു മുമ്പ് അങ്ങനെ ഒരു മാതൃകയില്ല. ചരിത്രമെന്നിലൂടെ അങ്ങനെ ഒരു പരിപാടിയാണ്. ഹിസ്റ്റോറി എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ്. സഫാരിയിലെ എല്ലാ പരിപാടിയും, ലൊക്കേഷൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി, സിനിമയെ സംബന്ധിച്ച പരിപാടി പോലും നമ്മൾ എടുക്കുമ്പോൾ സിനിമയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ നടത്തിയ യാത്രകളായിരിക്കണം അതിൻ്റെ വിഷയം നമ്മൾ തീരുമാനിച്ചു. ഒരു സിനിമ സഫാരിയിൽ കാണിക്കണമെങ്കിൽ അത് ട്രാവൽ മൂവിയേ പാടുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം സഫാരി ഒരു എക്സ്പ്ലോറേഷൻ ചാനലാണ്.